അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നന്ദിനി, ഈ കാര്യത്തിൽ താൻ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നി നിയമപരമായൊരു കാര്യം ഇതിന് വേണല്ലോ എന്ന്. അതുകൊണ്ടാ ഞാൻ ഇതിന് കൂട്ടുനിന്നത്. നിങ്ങൾക്ക് ആരാ സർ? എനിക്ക് നിങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? നന്ദിനി, അന്ന് ആ കല്യാണ മണ്ഡപത്തില് എന്റെ അനുവാദം ചോദിക്കാതെ, എന്റെ ഇഷ്ടങ്ങൾ അറിയാതെ ഒരു താലി ചരട് സാറിന്റെ കഴുത്തിൽ കുരുക്കി. എന്നിട്ട് അതേ താലിയുടെ പേര് പറഞ്ഞ് സാറിന്റെ അച്ഛൻ എന്നോട് അപേക്ഷിച്ചും കാല് പിടിച്ചു വീടിനകത്ത് പിടിച്ചു നിർത്തി. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ സർ? എന്തിന്? ആ വീടിനകത്തുള്ള ഒരു ഗ്ലാസോ സ്പൂണോ ഞാൻ എടുത്ത നിങ്ങളുടെ അമ്മയും സഹോദരിമാരും പറയുന്ന ചീത്ത വാക്കുകൾ കേട്ടിട്ട് കടിച്ചമർത്തി നിൽക്കുന്നതല്ലാതെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് എന്തിനു സർ ഇങ്ങനൊരു ചതി കൂടി ചെയ്തത്? നന്ദിനി, ഐ ആം സോറി. എനിക്ക് കേൾക്കണ്ടോ? ഞാൻ ദൈവത്തെ പോലെ കാണുന്നൊരു മനുഷ്യന് സാറിന്റെ അച്ഛൻ. എന്നോട് എന്താ പറഞ്ഞത്? സാറിന്റെ പേരിൽ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ, അതിന് സാക്ഷിയായിട്ട് ഞാൻ ഒപ്പിടുന്നെന്ന്. സാറ് കാണിച്ചതോ വിദഗ്ധമായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വഴിയിൽ എനിക്ക് പൂ വാങ്ങിച്ചു തന്നു. പൂമാല അല്ലായിരുന്നു സാർ വാങ്ങിക്കേണ്ടത്, അവിടെ ഇരുന്ന റീത്തില്ലേ അത് വാങ്ങിക്കണായിരുന്നു. എന്നിട്ട് എന്നെ കൊന്നിട്ട് തന്നെ നെഞ്ചത്ത് വെക്കണായിരുന്നു. നന്ദിനി പ്ലീസ്, താനൊന്ന് റിലാക്സ് ചെയ്യ്. എങ്ങനെയാ സർ? സർ, നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്താൻ കൊണ്ടുവന്നാല് അതിനുണ്ടാവില്ലേ ചില സ്വാതന്ത്ര്യങ്ങൾ? ഒന്ന് കുറിക്കാനോ ഓടി നടക്കാനോ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കില്ലേ? അത്രയ്ക്ക് പോലും എന്നോട് തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും. അച്ഛനെ താൻ തെറ്റിദ്ധരിക്കണ്ട. അച്ഛന്റെ മനസ്സിൽ താൻ പറയുന്ന പോലെ താൻ വേലക്കാരിയൊന്നുമല്ല, അച്ഛന്റെ മരുമോളാ. താൻ എന്നും ഭാര്യയായിട്ട് എന്റെ കൂടെ വേണമെന്ന് ആ പാവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ചെയ്തായിരിക്കും. എടോ, തന്റെ അച്ഛനോട് ക്ഷമിക്കുന്ന പോലെ എന്റെ അച്ഛനോടൊന്ന് ക്ഷമിക്കേ. എന്താ? ഈ സങ്കടത്തിന്റെ ഇടയിൽ ഒരിത്തിരി നേരം സംസാരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും കണ്ടെത്തിയ സ്ഥലം ആരതിയുടെ വീട്. ഇടവും വലവും എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരും അതിൽ കൂട്ടുനിന്നു. അവരെ എനിക്ക് നഷ്ടപ്പെട്ടില്ല സർ. അല്ലെങ്കിൽ എങ്ങനെയാ സാർ? സാർ നേരത്തെ കാശുള്ളവരുടെയും കാശില്ലാത്തവരുടെയും വ്യത്യാസം ചോദിച്ചപ്പോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കാശുള്ളവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ വലുതാ. കാശില്ലാത്തവരുടെ സങ്കടവും സന്തോഷവും വെറുതെ ഇങ്ങനെ കുഴിച്ചു മൂടാനേ പറ്റും. യതീന്ദ്രൻ സാറ് ദൈവമാണെന്ന് എന്റെ അച്ഛൻ പറയാറുള്ളതാ. ആ ദൈവം ശാപം തന്നാലും ഞാൻ വാങ്ങിച്ചല്ലേ പറ്റൂ. വിവേക്, നന്ദിനി ഇനി നമ്മളോട് സംസാരിക്കില്ല. കുറച്ച് കഴിയട്ടെ, ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കാര്യത്തിൽ പത്മാന്റെ അവളേലെ കുറ്റം പറയും.